നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 28, 2025 വെള്ളി. ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നടക്കാനിരിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്നും GDP ഡേറ്റ ഉൾപ്പെടെ ഒത്തിരിയേറെ മാക്രോ ഇക്കണോമിക് ഡേറ്റകളുടെ റിലീസും ഇന്ന് നടക്കാനിരിക്കുന്നു. അവയെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്നലെ നിഫ്റ്റിക്കും സെൻസെക്സിനും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങി ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട കാരണങ്ങൾ കൊണ്ട് ആ നേട്ടം നിലനിർത്തുവാനായില്ലെങ്കിലും ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും ഇന്നലെ സർപ്രൈസിംഗ്ലി വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1255.20 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3940.87 കോടി രൂപയുടെ ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് 26,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 26,300 എന്ന ലെവലിലേക്കും 26,500 എന്ന ലെവലിലേക്കുമുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 26,100 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടും തുടർന്ന് 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടുമാണ്. തുടർന്ന് 25,900 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടായിട്ട് മാറുമെങ്കിലും 25,850 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 5:30 GDP ഡാറ്റയുടെ റിലീസാണ് ഇന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്. അതിനു മുൻപേ 4 മണിയോടുകൂടി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ, ഗവൺമെന്റ് ബഡ്ജറ്റ് വാല്യൂ, ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്ത്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് തുടങ്ങിയവയുടെ റിലീസുമുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിലേക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് 1:15 ഫ്രാൻസിൽ നിന്നും നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ പാരലിന്റെ റിലീസുണ്ട്. വൈകുന്നേരം 3:30 നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്ന സമയത്ത് ഇറ്റലിയിൽ നിന്നും നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. വൈകുന്നേരം 6:30 ജർമ്മനിയിൽ നിന്നും നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് വരാനിരിക്കുന്നു. വൈകുന്നേരം 7 മണിയോടുകൂടി കാനഡയിൽ നിന്നും Q3 GDP ഗ്രോത്ത് റേറ്റിന്റെ റിലീസ് ഉണ്ട്. ഇവയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളായിട്ട് നിലനിൽക്കുന്നത്. ഇന്നലെ US-ല് താങ്ക്സ് ഗിവിംഗ് ഡേയോടനുബന്ധിച്ചുള്ള അവധിയായിരുന്നതിനാൽ തന്നെ ADR സ്റ്റോക്സുകളും ട്രേഡ് ചെയ്യപ്പെട്ടില്ല. ഇന്ന് US മാർക്കറ്റിൽ താങ്ക്സ് ഗിവിംഗ് ഡേയുടെ തുടർച്ചയായിട്ട് വരുന്ന ബ്ലാക്ക് ഫ്രൈഡേയുടെ ഭാഗമായിട്ട് നോർമലായിട്ടുള്ള ട്രേഡിംഗ് സെഷനുകൾ ഉണ്ടായിരിക്കുകയില്ല. US ടൈം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയേ ഇന്ന് US മാർക്കറ്റുകളിൽ വ്യാപാരം ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിന് അവധിയാണെങ്കിലും ഫ്യൂച്ചർ ട്രേഡിംഗ് തുടരുന്നുണ്ട്. നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 102 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് വെളുപ്പിനെ 2:45 ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകൾ നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 3.5% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. $42.76 പെർ ബാരൽ എന്ന നിലയിലായിട്ടാണ് ബ്രെന്റ് ക്രൂഡിൽ വ്യാപാരം തുടരുന്നത്. ഗോൾഡിന്റെ വില $411.19 പെർ ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ക്രൂഡ് ഓയിലിന്റെ വില $58.93 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.15 എന്ന നിലയിലും മാക്സ് പെയിൻ 26,200 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇതിൽ നിഫ്റ്റിക്ക് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും തുടർന്നുണ്ടായ ഫോളിനെ തുടർന്ന് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. RSI 63.45 എന്ന ലെവലിലായിട്ടും നിലകൊള്ളുന്നു. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,500 എന്ന സ്ട്രൈക്കിലാണ് ഹോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുന്നത്. അതേസമയം 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,250 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.17 എന്ന നിലയിലും
മാക്സ്പെയിൻ 59,200 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നലെയും ബാങ്ക് നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് അപ്പോൾ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. RSIയും 72.05 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നത്. അതേസമയം 58,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി എന്റർപ്രൈസസ് ഫ്ലൈറ്റ് സ്റ്റിമുലേഷൻ ടെക്നിക് സെന്ററിന്റെ 72.8% വരുന്ന ഓഹരികൾ 820 കോടി രൂപയ്ക്ക് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അശോക ബിൽഡ്കോൺ 2 ആഴ്ചകൾക്ക് മുന്നേ കേരളത്തിൽ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിരുന്നു. അരൂർ തുറവൂർ NH66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രീകാസ്റ്റ് ചെയ്ത PC ഗ്രൈഡുകൾ ഇടിഞ്ഞു വീണ് ഒരു ലോറി ഡ്രൈവർക്ക് മരണം വരെ സംഭവിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നുണ്ടായ ആക്ഷനെ തുടർന്ന് കമ്പനിക്ക് NH66 അരൂർ മുതൽ തുറവൂർ തെക്ക് വരെയുള്ള 6 വരി എലവേറ്റഡ് കോറിഡോറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഷോക്കോസ് നോട്ടീസ് ലഭിക്കുകയുണ്ടായി. സൈഡസ് ലൈഫ് സയൻസ് മുതിർന്നവരിൽ ഗ്ലൈസെമിക് നിയന്ത്രണം മെച്ചപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന 10-5-25 mg ഗുളികകൾക്ക് US FDA ഭാഗത്തു നിന്നും കമ്പനിക്ക് താൽക്കാലിക അംഗീകാരം ലഭിക്കുകയുണ്ടായി. റെയിൽ വികാസ് നിഗം ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും 9.64 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ടാറ്റ ടെക്നോളജീസ് 75 മില്യൺ യൂറോ മുടക്കിക്കൊണ്ട് ഐസ്ടെക് ഗ്രൂപ്പിന്റെ 100% വരുന്ന ഇക്വിറ്റി ഓഹരികൾ ഏറ്റെടുക്കൽ കമ്പനി പൂർത്തിയാക്കുകയുണ്ടായി. റിഫെക്സ് ഇൻഡസ്ട്രീസ് 100 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബജാജ് ഹെൽത്ത് കെയർ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയും സീനിയർ മാനേജ്മെന്റ് പേഴ്സണലായിട്ടും ശ്രീകുമാരൻ നാരായണൻ നായരെ നിയമിക്കുന്നതിന് ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.